ദ വുഡ്സിൻ്റെ റിസോർട്ടിൻ്റെ വനമാണ് ഒരു സൈഡിൽ. ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്ന വനത്തിലോട്ടാണ്. അതിൻ്റെ ഒരു സൈഡിലോട്ട് വന്നതാണ്. മലയണ്ണാനും കുരങ്ങനും വേഴാമ്പലും നല്ല രസമാണ് കാണാൻ. അടിപൊളി റിസോർട്ടാണ്. സ്റ്റാഫും എല്ലാം നല്ലതാണ്, നല്ല പെരുമാറ്റവും. ഞാൻ രാവിലെ ഒന്ന് നേരത്തെ ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. എല്ലാവരും ഒന്ന് സ്ഥലമൊക്കെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈ കാണുന്ന വനമാണ്. ഇവിടെ എല്ലാം ഫെൻസ് ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ ഫെൻസിങ് എല്ലാം ഓണാണ്. അതൊരു കുളമുണ്ട്, അത് ചൂണ്ടായിട്ടിടാം. റിസോർട്ടിൽ അതുപോലെ ബില്ലിയാർഡ്സും ടേബിൾ ടെന്നീസും ഒക്കെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് അമ്പ ചെയ്യാനും ചൂണ്ടയിടാനും ഒക്കെ ഉള്ള പരിപാടികളുണ്ട്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റിസോർട്ടിലൊരു അടിപൊളി പൂളുണ്ട്. അത് വലിയവരുടെ പൂളും പിള്ളേരുടെ പൂളും കൂടെ കമ്പൈൻഡ് ആണ്. വലിയവരുടെ പൂളിന് 3 feet to 6 feet ആണ് താഴ്ചയുള്ളത്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പേ പ്രീ ഷവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ടുകൊണ്ട് വേണം ഇറങ്ങാൻ. സ്വിമ്മിംഗ് പൂൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം ഇറങ്ങാൻ. നല്ല പൂളാണ് കേട്ടോ, നല്ല നീറ്റുമാണ്. എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വയനാട്ടിലാണുള്ളത്. അപ്പം നമ്മൾ വയനാട്ടിൽ നിന്ന് ഗോപാലസ്വാമി ബേട്ട എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലൊരു ടെമ്പിളുണ്ട്. അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത് അവിടെ നിന്നുള്ള കാഴ്ചകൾ. അപ്പം അതിനുവേണ്ടിയാണ് മെയിനായിട്ട് പോകുന്നത്. നമ്മൾ ഇപ്പം പോകുന്നത് നേരെ ഗുണ്ടൽപേട്ട് എന്നിട്ടാണ് തിരിഞ്ഞു പോകേണ്ടത്. അവിടുന്ന് നമ്മൾ നേരെ മസനഗുഡി റൂട്ടിൽ കുറച്ച് ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുശേഷം തിരിച്ച് ഗൂഡല്ലൂർ വഴി സുൽത്താൻ ബത്തേരി ഒരു റൗണ്ട് ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഫോറസ്റ്റിനകത്തൂടെയാണ് പോകുന്നത്. ആനയും കടുവായും പുലിയും എല്ലാം ഉള്ള ഒരു ഫോറസ്റ്റ്. നമുക്ക് വല്ലത്തിനും സൈറ്റിങ് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ രാവിലെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നതുകൊണ്ട് ചാൻസ് കുറവായിരിക്കും. എന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അപ്പം എല്ലാവരെയും പുതിയ വയനാട് കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ റിസോർട്ടിലോട്ട് വരണമെന്നാണ്, ഇത് വുഡ്സ് റിസോർട്ടിലോട്ട് വരണമെങ്കിൽ നമ്മളൊരു വനം കടന്ന് വേണം വരാൻ. ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നത്. വയനാടല്ലേ, ആനയൊക്കെ കുറച്ചൊക്കെ കാണും. നമ്മളങ്ങോട്ട് പോയി പണി ചോദിച്ച് മേടിക്കാതിരുന്നാൽ മതി. നമ്മൾ മര്യാദയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ ഇഷ്യൂസൊന്നും ഇല്ലാതെ നമുക്കും കാടും എല്ലാം കണ്ട് പതുക്കെ തിരിച്ച് സമാധാനമായിട്ട് നാട്ടിൽ പോകാം. ക്യാമറയിൽ പകർത്താവുന്നതൊക്കെ നിങ്ങൾ പകർത്തുക. വനത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ഹോണൊക്കെ അടിക്കാതെ ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക് മാത്രമല്ലല്ലോ, മൃഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ. നല്ല രസമാണ്. നല്ല ഫോറസ്റ്റുകാരാണെങ്കിലും സൈഡിലത്തെ കാടൊക്കെ വെട്ടി ഇട്ടേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നിന്നാൽ തന്നെ നമുക്കും കാണാം. അപ്പോൾ അതനുസരിച്ച് ബ്രേക്ക് ചവിട്ടേണ്ടതാണെങ്കിൽ ബ്രേക്ക് ചവിട്ടുക, കാല് കൊടുക്കേണ്ടതാണെങ്കിൽ കാല് കൊടുത്ത് പോവുക. ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക തന്നെയാണ് നല്ല. $30 kilometer എന്നാണ് അവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നത്. 30 kilometer പോകുന്ന ഒരാളെ പോലും ഞാനിവിടെ കണ്ടില്ല. ഇവിടെയൊക്കെ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ആണ്. എലിഫൻ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ശല്യമൊന്നുമില്ലാത്ത ദൂരവർണ്ണത്തിനെ കണ്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒത്തിരി അടുത്തൊന്നും കാണണ്ട. ഈ കാടിറങ്ങിയിട്ട് വേണം നമുക്ക് മൊബൈലിന് റേഞ്ച് വന്നിട്ട് അടുത്ത സ്ഥലം പോകാനുള്ളത് മാപ്പിലിടുക. റിസോർട്ടൊക്കെ നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അതിനകത്തൊന്നും ഒന്നും പറയാനില്ല. തെളിഞ്ഞ പുൽമേടുകൾ. അവരുടെ രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ ഇറങ്ങി അവരുടെ കൃഷിയിടത്തിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ മലയണ്ണാനും അങ്ങനെ ചെറിയ നമുക്ക് ഉപദ്രവം ചെയ്യാത്ത ജീവികളൊക്കെ പോകുന്നതും മറിഞ്ഞു പോകുന്നതൊക്കെ കാണാം. കുരങ്ങനും മലയണ്ണാൻ ഇഷ്ടം പോലെയുണ്ട് ആ ഏരിയയിൽ. നല്ല രസമുണ്ട്. അവർ നല്ല രീതിയിലാണ് അവർ അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും ഡ്രൈവ് കെയർഫുള്ളി, എലിഫൻറ്റ് ക്രോസിങ്ങെന്നും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വനത്തിൽ കൂടെ പോകുമ്പം പതുക്കെ പോവുക, സൂക്ഷിച്ചു പോവുക.
മൃഗം വന്ന് നമുക്കിട്ടിടിച്ചാലും നമ്മൾ പോയി മൃഗത്തിൻ്റെ ഇടിച്ചാലും പണി കിട്ടുന്നത് നമുക്കിട്ടായിരിക്കും. ഇവിടുന്ന് ഫോറസ്റ്റിനകത്തോട്ട് വണ്ടിയെ കൊണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവർക്കറിയായിരിക്കും മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളെ. വനത്തിനകത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം അല്ലേ, അവരുടെ ഒരു ധൈര്യവും. ഈ ആനയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാണുന്നേ, നമ്മൾ കാണാത്തതേ ഉള്ളൂ. കാടിനകത്ത് ഇതൊക്കെ അനങ്ങാതെ നിന്നാൽ നമ്മളെവിടെ, നമ്മുടെ കണ്ണിൽ പെടുകയില്ല. സംഭവം കിടുക്കാച്ചി യാത്രയാണ്. നമ്മൾ ഗോപാലസ്വാമി ബേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഭയങ്കര ബ്യൂട്ടിയാണെന്നാണ് പറഞ്ഞത്. അവിടെ പോയെന്ന് കാണാൻ ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഭയങ്കര രസമായിട്ട് കാഴ്ചകളാണെന്നാണ് പറഞ്ഞത്. അവിടെ സ്ഥിരമായിട്ട് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഒരു ഒറ്റയാന വരും അവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള 4 മണി വരെ ഉള്ളൂ, 8:30 തൊട്ട് 4 മണി വരെ. ബാക്കി വിശേഷങ്ങളിൽ അവിടെ ചെന്നിട്ട് പറയാം. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അവിടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ 30 ആണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോഴത്തേന് ഭയങ്കര കൂൾ ക്ലൈമറ്റാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊക്കെ അറിയത്തില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവാണ്. നമ്മളേതായാലും കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എൻ്റെ പൊന്നമ്മച്ചി, അന്യായ തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ വണ്ടി തിരിക്കുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ അവധി സമയമല്ലേ, ഈ നമുക്കേ ഉള്ളൂ. മറ്റേ ദസറ ഹോളിഡേയ്സ് അല്ലേ കർണാടകത്തിൽ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്കൂട്ടായി തിരിച്ച് ബന്ദിപ്പൂരിന് പോകുന്നു. അവിടുന്ന് മസ്സിനഗുഡി ഊട്ടിക്ക് പോകുന്നില്ല. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മൊത്തം ഹാങ്ങിങ് ഫെൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോപാലസ്വാമി ഹിൽസിൻ്റെ അവിടെ പോയപ്പം അവിടുത്തെ തിരക്ക് കാരണം അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്നാൽ പിന്നെ ബന്ദിപ്പൂർ മറ്റേ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകാമല്ലോ എന്ന് ഓർത്തപ്പം അത് രാവിലെ ഉച്ചയ്ക്ക് 2:30 ശേഷമേ ഉള്ളൂ. പട പേടിച്ച് പന്തളത്തിൽ വന്നപ്പം പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. തമിഴ്നാട്ടിലെ ഫോറസ്റ്റിലോട്ട് കയറിയപ്പോഴത്തേന് നമുക്ക് വഴിയുടെ 2 സൈഡിലും മയിലും മാനും ഇഷ്ടം പോലെ കാണാം. കയറുന്നിടത്തൊരു ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു കർണാടക വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിച്ചിട്ടുണ്ട്. ആൾക്കാർ വഴിയിൽ ഒന്നിനെയും കണ്ടാൽ നിർത്തരുതെന്നാണ് പറയുന്നത്. എന്നാലും ആൾക്കാർ നിർത്തി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്.